ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റജിനാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത് കർക്കിടക മാസത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഉലുവ മധുരക്കഞ്ഞിയുടെ റെസിപ്പിയാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് റെഡിയാക്കിയിരിക്കുന്നത്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഞവര അരിയാണ്. ഞവര അരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണക്കലരിയോ അല്ലെങ്കിൽ പൊടിയരി ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് രണ്ടുമില്ലെങ്കിൽ പച്ചരി ആയാലും മതി. ആദ്യം തന്നെ ഉലുവ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. തലേന്ന് രാത്രി തന്നെ ഇട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 50 ഗ്രാം ഉലുവയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം തലേന്ന് രാത്രി ഇട്ട് വെച്ചിരിക്കുന്ന ഉലുവയാണിത്. നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഉലുവയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഫാറ്റി ലിവർ കുറയ്ക്കാൻ സഹായിക്കുന്നു. പ്രഷർ, കൊളസ്ട്രോൾ, അമിതവണ്ണം, താരൻ മാറാൻ, വയറിൻ്റെ ആരോഗ്യം, തടി കുറയ്ക്കാൻ, പ്രമേഹം, ഇതിനൊക്കെ ഉലുവ വളരെ നല്ലതാണ്. ഇവിടെ 50 ഗ്രാം ഉലുവയാണ് എടുത്തിരിക്കുന്നത്. അടുത്തത് 1 കപ്പ് ഞവര അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഞവര അരി ഇല്ലെങ്കിൽ ഉണക്കലരിയോ അല്ലെങ്കിൽ പൊടിയരിയോ അല്ലെങ്കിൽ പച്ചരിയോ ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഉദര രോഗങ്ങൾ, വാതരോഗങ്ങൾ എന്നിവയ്ക്കൊക്കെ വളരെ നല്ലതാണിത്. പ്രോട്ടീൻ വളരെയധികം കൂടുതലാണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർക്ക് ഇത് അത്യുത്തമമാണ്. ഇനി ഒരു പാത്രത്തിൽ 4 കപ്പ് വെള്ളം ചൂടാക്കാൻ വെക്കാം. ചൂടായതിനു ശേഷം ശർക്കര അരിയിച്ചെടുക്കാം. 300 ഗ്രാം ശർക്കരയാണ് വേണ്ടത്. നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം ഒരു അരിപ്പയിൽ കൂടി അരിച്ചെടുത്ത് വെക്കണം. ഇനി ഒരു കുക്കർ അടുപ്പിൽ വെക്കാം. അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തോടു കൂടിയാണ് ഉലുവ ചേർത്തിരിക്കുന്നത്. ഞവര അരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര തരിപ്പയിൽ അരിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പത്തിന് ശേഷം കുക്കർ അടച്ചു വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ്. അങ്ങനെ ഒരു 10 വിസിൽ വരെ വരേണ്ടതാണ്. പിന്നീട് തീ ഓഫ് ചെയ്ത് വെക്കണം. ആവി പോയതിനു ശേഷം തുറന്നു നോക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുമുണ്ട്. കുക്കറിൻ്റെ ആവി പോയതിനു ശേഷം മാത്രമേ അടുപ്പ് തുറക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങയിൽ നിന്നും എടുത്ത പാലാണിത്. മിക്സിയിൽ ഒന്ന് നന്നായിട്ട് കറക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് അരിപ്പയിൽ അരിച്ചെടുത്താൽ മതി. അപ്പം നല്ല കട്ടിയിലുള്ള തേങ്ങാപ്പാൽ ലഭിക്കുന്നതാണ്. ഇവിടെ 3 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചിരിക്കുന്നത്. ഒന്നാം പാലിൻ്റെ അത്ര കട്ടി വേണ്ട, കുറച്ച് ലൂസായിട്ട് എടുത്താൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിടേണ്ടതാണ്. ഇതിനി തിളയ്ക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ചൂടാക്കി എടുത്താൽ മതി. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അവസാനമായി ഒരു പാൻ അടുപ്പിൽ വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 3-4 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്.
ഇനി ഇത് ഉലുവ കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കർക്കിടക മാസത്തിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം, നന്ദി.